എന്താടാ അച്ചു മൊത്തൊരു വിഷമം? ഫോൺ നോക്കിയപ്പോഴില്ലേ സർക്യൂട്ട് തന്നെ. അങ്ങനെ തന്നെ വേണം. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കരുതെന്ന്? ഗെയിം കളിച്ചല്ല അമ്മ, പരീക്ഷയ്ക്കുള്ള ടാബിളില്ലേ അത് ഡൗൺലോഡ് എടുക്കാൻ പോയതാ. ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്റെ ഫോൺ എടുത്ത് ഡൗൺലോഡ് ചെയ്തുകൂടായിരുന്നോ? നീ എന്തിനാ അവിടെ പോയത്? അതിന് നെറ്റ് വേണ്ട അമ്മ. അതിന് നെറ്റ് വേണല്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നമുക്ക് ഒട്ടന്നെ റെഡിയാക്കാം. ഇതൊക്കെ വല്ല നടക്കോ? നടക്കൂടെ, നിന്റെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിട്ടല്ലേ? ആ, ഞാൻ അപ്പുറത്ത് അങ്ങനെ പോയി അച്ഛൻ വന്നിട്ട് ഞാൻ എന്തായാലും വാങ്ങിപ്പിക്കാം. പോരാ? അച്ഛൻ മണിക്കൂട്ടുണ്ട്. ഇവിടെ പോടാ, റിസിയത്തിന്റെ വീട്ടിൽ നിന്ന് ചീത്ത കെട്ടി വെച്ചിട്ട് ഇവിടെ വന്ന് വലിയ ആളാവല്ലേ. ഞാൻ വാങ്ങിപ്പിക്കുന്നു എന്തായാലും. പോരാ? ഇപ്പൊ ഇക്കോടെ ഞാൻ ശരിയാക്കി തരാം. ദൈവമേ, ശരിയാവോ? നല്ല ഒന്നാം നമ്പർ അയിലാണ്. കറി വയ്ക്കുകയും ചെയ്തോ വറക്കും ചെയ്തോ? പാസുവേട്ടാ, അച്ഛൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ്റെ കാര്യത്തിൽ എന്താ നീ തീരുമാനത്തിന് പ്രശ്നം? അവൻ നിന്റെ മോൻ തന്നെയല്ലേ? അയ്യോ, കൂടുതൽ തമാശക്കല്ല കേട്ടാ. അവന് സ്കോളർഷിപ്പ് പരീക്ഷയാന്നറിയോ നിങ്ങക്ക്? പരീക്ഷ എഴുതിക്കോട്ടെ. അതിന് ആദ്യം പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യം നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അതിന് പറ്റിയൊരു ഫോണ് വേണം. അതൊന്ന് വാങ്ങിച്ചു കൊടുക്കുവോ? ഫോണ് വാങ്ങിക്കാനാ? പുതിയ ഫോണ് വാങ്ങിച്ചിട്ട് നിങ്ങളിപ്പോ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതണ്ട. എന്ത് വർത്താന വാസുവേട്ടാ പറയുന്നത്? സ്കോളർഷിപ്പ് കിട്ടിയാൽ നമുക്ക് തന്നെയല്ലേ ഗുണം. 10ാം ക്ലാസ് വരെ പിന്നെ അവന്റെ പഠിപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേ വേണ്ട. പിന്നെ മാസത്തിൽ ഷൈപ്പൻറ്റും കിട്ടും. ഷൈപ്പൻറ്റ് കിട്ടും? അതൊക്കെ പുസ്തകം നോക്കി പഠിച്ചാലും കിട്ടും. അങ്ങനെ എഴുതി പാസ്സായാൽ മതി. ഓ, അല്ലെങ്കിൽ ഈ വാട്സപ്പും ഫേസ്ബുക്കും കുന്തൊന്നും അറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എൻ്റെ മക്കളുണ്ടല്ലോ, ഞാൻ ലോകം കണ്ടു വളർത്തും. എടി, അവൻ ഈ വീട് ഇതിന്റെ ചുറ്റുവട്ടോ ഇവിടേക്കുള്ള ലോകം കണ്ടു വളരട്ടെ, എന്നിട്ട് മതി പുറത്തേക്കുള്ള പോക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കൂല? മൊബൈലൊന്നും വാങ്ങിച്ചു തരില്ല. അപ്പോൾ അതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഞാൻ ഈ നെറ്റും മൊബൈലൊന്നും ഉണ്ടായിട്ടല്ലല്ലോ ഇപ്പൊ ഞാൻ ഈ പൊസിഷനിലേക്ക് എത്തിയത്. ആ പൊസിഷനിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതെ, നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഒരു ഗ്ലാസ് കട്ടൻ ചായ വെക്കും. വേണ്ടാത്ത കാര്യമല്ല വാസുവേട്ടാ, വേണ്ട കാര്യാ. ഞാൻ അവൻ്റെ അടുത്ത് പറയും. എപ്പോ പോയതാണ്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സമയത്തിന് കടയിലേക്ക് വരണമെന്ന്? എത്ര നേരമായി ഞാൻ എന്നെ കാത്തിരിക്കുന്നു. ഇപ്പൊ പൂട്ടിട്ടാ പോന്നിട്ടുള്ളത്. എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ പറ്റില്ല ആശാനെ കടയിൽ. എന്താണ് എടാ, അവിടെ ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോ അതൊന്ന് എടുത്തു കൊടുക്കാൻ ഒരാളവിടെ വേണ്ടേ? അപ്പോഴല്ലേ കായ് കിട്ടുക. തയ്ച്ച സാധനം വാങ്ങാൻ വരുന്നതല്ല, തയ്ച്ചത് ശരിയായിട്ടാ തല്ലാൻ വരുന്നതാണ്. പൈസ വരാനൊന്നും അല്ല വരുന്നത് ആശാനെ. ഈ തല്ലാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 5-6 മാസം മുമ്പ് തയ്ക്കാൻ തന്നവരാണ്. ഓൻ അതൊക്കെ അങ്ങോട്ട് തന്നു പോയിട്ട് പിന്നെ തിന്ന് കൊഴുത്ത് തടിച്ച് ചീർത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഷർട്ട് വാങ്ങാവുക? അപ്പൊ അത് ഇജ്ജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? എന്ത് മനസ്സിലാക്കുക? തുന്ന് പൊട്ടിച്ചു കൊടുത്താൽ പോരെ? അപ്പോഴാവുമ്പോ വല്ല ആശുപത്രിയിലും കിടന്നിട്ട് മെലിഞ്ഞിട്ട് വരുന്നത്. എടാ, ഇതിന് ഒരു അടിയൊക്കെ ഉറപ്പാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് തക്കത്തിൽ പറഞ്ഞ് സംസാരിച്ച് നിൽക്കാൻ പഠിക്കണോ? അതിനല്ല എന്നെ അവിടെ ഇരുത്തിയേക്കുന്നത് തജ്ജാലേ. അത് പറ്റുന്നില്ല ആശാനെ. എങ്ങനെയും എന്താ പറ്റാത്ത എനിക്ക്? ഓരോരോ കാര്യങ്ങളുടെ അങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക. ചെറിയ അടിയൊക്കെ കൊള്ളൂ. അതല്ല എന്താണ് എന്താ വാസുട്ടേ? എപ്പോ പടച്ച റബ്ബേ, എന്നിട്ട് തെരഞ്ഞോ? ഞാതാ പറഞ്ഞു പോരാ. എന്താ വാസുട്ട മോനെ കാണാനില്ലാന്ന്. എന്തുവരെ സ്കൂൾ വിട്ട് വന്നിട്ടില്ല. എത്ര മണി? 4 ആയില്ലേ? സമയം ആവുന്നല്ലേ? അല്ല, അതല്ല, സ്കൂൾ ഉച്ചക്ക് വിട്ട് ഇപ്പൊ 4 മണിയായിട്ടും ആളെ കാണാനില്ല, അവരെ കാണാനില്ലാന്ന്. എന്ത് ചെയ്യും? കുഞ്ഞിനെ നോക്കണ്ട ഇനി. അത് ആരെങ്കിലും തട്ടിക്കൊണ്ടുവരുന്നുണ്ടാവും. കുറ്റം നോക്കി അങ്ങോട്ട് തരുവാണ്ട് ഞാൻ. എന്ത് വർത്താനം പറഞ്ഞേ? പത്രത്തിലെ കാണുന്നോണ്ടാ ഞാൻ പറഞ്ഞു. ആശാനെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ്. വേണ്ട, അതൊന്നും ശരിയാവില്ല. വേണ്ട ശരിയാ, നമുക്ക് ആശുപത്രിയിൽ പോയി അന്വേഷിക്കാം. വേണ്ട ചങ്ങായി, വരട്ടെ. വേണ്ട ആശാനെ, ഒരു കാര്യം ആശാനെ, ഞാൻ ആശാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് വാസോട്ടനും മല്ലികച്ചിയോടും നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറയാ. കുഞ്ഞി പോയതല്ലേ. ഇന്ന് മിണ്ടാക്കണം. വിളിക്കട്ടെ. ഇയ്യാ വന്നിട്ട് ആശ്വസിപ്പിക്കണം അവിടെ. ഇപ്പൊ ഈ കുറച്ച് നേരത്തെ എന്താ പറഞ്ഞു ഞാൻ കേട്ടല്ലേ? ഞാൻ കടയിലേക്ക് തന്നെ ചെല്ലി. കടയിലേക്കല്ലേ? അവിടെ ആരെങ്കിലും വരും. പോ ചെല്ലി. ജോസിറ്റേ, അതെ, അറിഞ്ഞ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ വാസുട്ട കുട്ടീനെ കാണാൻ ഞാൻ. ടീച്ചറെ, കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. അച്ചുവേ
അതെ, ഉച്ചയ്ക്ക് ഇപ്പോൾ ക്ലാസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ പോയാലും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തേണ്ടതാണേ. ഇതിപ്പോ നേരെ ഒരുപാടായി. ആ വേറെ ഇല്ല, വേറെ കൂട്ടുകാരുടെ കൂടെ ഒന്നും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോവാറില്ല. അല്ല വൈഫൊക്കെ ആകെ ടെൻഷനിലാ. ഓ അത് ശരി. എന്നാ പിന്നെ ഞങ്ങള് നോക്കാം. വാസുട്ട് എന്താ ടീച്ചർ പറഞ്ഞേ? ടീച്ചർ പറയണത് എന്താണെന്ന് അറിയില്ല, അവർക്ക് അറിയില്ല. അവര് ക്ലാസ് വിട്ടപ്പോ കുട്ടികളൊന്നും എല്ലാരും പോയതാണ്, സ്കൂളിൽ നിന്ന് പോയി എന്നാ പറയണത്. അയ്യേ ടെൻഷനൊന്നും അടിക്കണ്ട. ഇനിയിപ്പോ ഓനെ ടീച്ചർ വല്ല വഴക്കെങ്ങാനും പറഞ്ഞാണോ? ഇനിയിപ്പോ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? വേറെ ആരെ വിളിക്കണം? ടെൻഷൻ അടിക്കാൻ പരികുട്ടി അച്ഛനെ കാണാലോ. അല്ല അതെ ഞങ്ങൾ അറിഞ്ഞപ്പോ ഇവിടെ പകുതിയൊക്കെ തെരഞ്ഞിട്ടാ എന്താ ചെയ്യാ? സ്കൂളിൽ വിളിച്ചോ? സ്കൂളിൽ വിളിച്ചു. ടീച്ചർ അവിടുന്ന് പറയണ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഇപ്പൊ ആരും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങള് വരണ വഴി ആ കടയിലും കളിസ്ഥലത്തും ഒക്കെ നോക്കി, അവിടെ ഒന്നും അവനെ കണ്ടില്ല. അതെ സ്കൂളിൽ വിളിച്ചിട്ട് ഈ കൂടെയുള്ള പിള്ളേരുടെ വല്ല നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചു നോക്കി, അവിടെ ഒന്നും അവനില്ല. വ്യസനിക്കണ്ട, അവൻ എവിടെ പോരാണ്, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഉണ്ടാവൂതേ. ഇനി അവന് പ്രയാസം വന്ന രീതിയിൽ വല്ലതും പറഞ്ഞാ? ഇല്ല, ഇന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവനെ. മുടി വെട്ടിക്കളയാൻ പറഞ്ഞ അവനോട്? ഇന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയണേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അതെ അല്ല ഈ മറ്റേ വല്ല ബന്ധുക്കളുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോവാറുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോവലുള്ളൂ അല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവണില്ല. അല്ല ടെൻഷൻ അടിക്കേണ്ടത് ഇപ്പൊ ഈ പിള്ളേരെന്ന് പറഞ്ഞ ഈ വഴി കൂടെ ഇങ്ങനെ വായി നോക്കിയൊക്കെ നടക്കും. ചിലപ്പോ എല്ലാ പിള്ളേരൊക്കെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ വേറെ സിനിമ പോസ്റ്റർ ഉണ്ടാവും, അത് നോക്കി ഞാൻ അരമണിക്കൂർ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ സ്കൂളിൽ വിട്ട് വരുമ്പോ കൈ കാണിക്കണ ഒരു പരിപാടി ഉണ്ട് ഏതെങ്കിലും വണ്ടിയിൽ. അവന്മാര് വല്ലതും നിർത്താതെ പോയാ എന്താ അങ്ങനെയൊന്നും ഇല്ല. ഓ നടന്നിട്ടില്ല. അല്ല അതെ നമുക്കൊന്ന് തെറിയാ മൊത്തം. അതെ ഒരു കാര്യം ചെയ്താലാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും ഓർത്താലോ? പോലീസ് സ്റ്റേഷൻ വേണ്ട വാസുട്ടി, നമുക്ക് ഒന്നും കൂടി അന്വേഷിക്കാം. അതിനൊരു സംവിധാനം ഉണ്ട്, അതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇല്ലേ, അവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ആ പടം ഇട്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്താൽ ആള് വൈകുന്നേരം തന്നെ ഇവിടെ വരും, ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവന്റെ പടം വല്ല ഇരിപ്പണ്ട, ഒരു ഫോട്ടോ എടുത്ത്. കൊച്ചിന്റെ കാര്യമാണ് നിങ്ങൾ വെറുതെ. ഇത് കൊച്ചിനെ തരരുതെന്നല്ല പറഞ്ഞ, ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പയ്യനെ കാണാനില്ലെന്നാ പറഞ്ഞ. നമ്മ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടുപിടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സഹായമല്ലേ ഇത്? വെറുതെ വ്യസനിക്കാൻ വേണ്ടി മാത്രം നടക്കുകയാണ്. നീ പേടിക്കണ്ട. അല്ല കിട്ടുമോ, ടെൻഷൻ അടിക്കണ്ട. അധികം സമയമൊന്നും ആയിട്ടില്ലോ. പിന്നെ ഇപ്പൊ എന്നാലും ഈ നേരത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ വൈകലുണ്ടോ ഈ നേരം വരെയൊക്കെ? ഇത് മതിയോ? ഇത് മതി. ഇതൊന്നും ഉള്ളം കൈ പിടിച്ച് ഒരു ഫോട്ടോ കൊടുക്കട്ടെ. അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ നോക്കിട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന അച്ചു എന്ന് വിളിക്കുന്ന കുട്ടിയെ ഇന്നു മുതൽ കാണാതായിരിക്കുന്നു. കണ്ടു കിട്ടുന്നവർ ഈ ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടേണ്ടതാണ്. അതിനുള്ള ചിലവ് ഞങ്ങൾ വഹിക്കുന്നതാണ്. വാസൂട്ടിന്റെ നമ്പറും വെച്ചേക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒന്നും കൂടി റൗണ്ട് ചെയ്യാം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തപ്പാട്ടോ. ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും എല്ലാ ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ ആരെങ്കിലും കാണണേ നമ്മൾ ഈ ഫോൺ നമ്പറിൽ നിന്നെ വിളിച്ചോ. അല്ല ഇത് നല്ലതാണ്, സംഗതി നല്ല. ഒന്ന് എല്ലാരും ആൾക്കാരെ അതെ എന്തേലും വിവരം ഉണ്ടെങ്കിൽ ഫോണിൽ അറിയിക്കണം. ഒന്ന് കറങ്ങാം, ഒന്നുകൂടി കറങ്ങി ഞങ്ങളൊന്ന് പോയിട്ട് പറ്റേ. എന്തെങ്കിലും വിവരം അറിയിക്കണ്ട കേട്ടാ. ഞാനും വരണോ? ചിലപ്പോ ഇങ്ങോട്ട് അതിനുള്ളിൽ ചിലപ്പോ ഇങ്ങോട്ട് വരുവാൻ ഇതാ വരണു. ദേഹം തളരുന്നുണ്ട് റസിയ. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഓരിപ്പൊ കൊണ്ടുവരും ഓനാ. ഇപ്പൊ എവിടെ ഈ കുട്ടീനെ പോയി നോക്കണേ? പ്രയാസപ്പെടണ്ടാന്നേ, അവൻ ഇവിടെ അടുത്ത് വല്ലയിടത്തും ഉണ്ടാവുള്ളൂ. വരും വലിയേ പരികുട്ടി. 7:30 മണിയായി. ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അല്ല ഞാനേ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഇനിയിപ്പോ നമ്മള് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം പറയാം. പോലീസ് സ്റ്റേഷനിൽ കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാം. പിന്നെ അതന്നെ പറഞ്ഞോണ്ട് വാസുട്ടി കിട്ടാവുന്ന മുഴുവൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഞാനത് സെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തന്നെ അത് കാണാതിരിക്കൂല. അവനെ കൊണ്ടുവരുന്നേ, ആരെങ്കിലും കൊണ്ടുവരും. അയ്യോ അവനെ അടിക്കില്ല, അവനൊന്നും ചെയ്യല്ലേ. അവൻ എന്റെ വീട്ടിൽ ഇരിക്കായിരുന്നു, എന്റെ വീട്ടിലായിരുന്നു അവൻ. എന്റെ കൂട്ടുകാരൻ അല്ല ഞാനല്ല, എന്റെ അനിയനാ. എന്റെ അനിയനും ഇവനും കഴിഞ്ഞ വർഷം ട്യൂഷനിൽ ഒരുമിച്ച് പഠിച്ചതാ.
പറയടാ വാ തുറന്ന്. നാളത്തെ പരീക്ഷയുടെ ടേബിൾ നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോയതാ. ഞാനിങ്ങനെ ആ സമയത്ത് മൊബൈൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാ ഫേസ്ബുക്കിൽ കാണാനില്ലെന്നുള്ള വിവരം ആ പോസ്റ്റ് കണ്ടത്. അപ്പൊ തന്നെ ഞാൻ അവനെ വിളിച്ചോണ്ടെങ്കിൽ ഇറങ്ങി. അത് നന്നായി. നന്നായി മോനെ, എത്ര നേരായി ഇവിടെ ആകെ ആദ്യം പിടിച്ച് മനുഷ്യൻ തീരാറായി. ഓ എന്നാ ശരി. എന്താ നിന്റെ പേരെന്താ? എന്റെ പേര് സുഗീത്. 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 ഇനിയും വന്നാലും അവിടെ നിർത്തണ്ട, പറഞ്ഞു വിട്ടേക്കാ. ഇല്ല ഇല്ല. നീ പോരുതട്ടാടാ. അതെ, അനക്കിപ്പോ അങ്ങനെ വേണമെങ്കിൽ ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മൊബൈലില്ലേ, അതിന്ന് എടുക്കാറുന്നില്ല എനിക്ക്? അതിന് നെറ്റില്ല. പിന്നെ റസീത്തയുടെ ഫോണിൽ നോക്കിയപ്പോ റസീത്ത ചീത്ത പറഞ്ഞ ഇറക്കിയിട്ട്. അത് നിങ്ങൾ ഗെയിം കളിച്ചപ്പോഴല്ലേ? അതൊന്നും പറയണ്ട, പോട്ടെ. എന്നിട്ട് ഞാൻ ഭക്ഷണം തരവാ. ഭക്ഷണം തരട്ടാ? ഞാനവിടെ കഴിച്ചാ? ഞാനവിടെ കഴിച്ചു. അവിടുന്ന് കഴിച്ചു. പോകത്ത് ചെല്ല് ചെല്ല്. ഇനിയിപ്പം ചീത്ത എന്ന് പറഞ്ഞു ഇനി പറയണ്ട, മനസ്സ് വിഷമിപ്പിക്കണ്ട, പരീക്ഷ അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് എന്റെ സയന്റിഫിക് ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ പാല കുഴപ്പം പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞല്ലോ പോലീസിനെ വിളിക്കണം, പട്ടാളത്തിനെ വിളിക്കണമെന്നൊക്കെ. കുട്ടീനെ കാണാണ്ടാവുമ്പോ പിന്നെ അങ്ങനെ തന്നെ അല്ലേ നമ്മളെന്താ ചെയ്യണ്ട് പെട്ടെന്ന് തന്നെ. നമ്മളിപ്പോ കൊണ്ടുപോയി പരാതി കൊടുത്തേച്ചെങ്കിൽ ഒരു ഫോഴ്സ് കേരളം മുഴുവൻ കിടന്ന് അന്വേഷിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ആള് സ്ഥലത്തുണ്ടായി ഇവിടെ എത്തിയില്ലേ? നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം, നാട് വളരണ അനുസരിച്ച് നമ്മളും വളരണം. ഇത് ഫേസ്ബുക്കും തൊടൂല, വാട്സപ്പ് പറഞ്ഞുകൂടാ, അതിനൊക്കെ അങ്ങോട്ട് വിമർശിക്കും. വിമർശിച്ചൊന്നല്ലാന്ന് അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, എത്രയും പെട്ടെന്ന് കുട്ടീനെ കിട്ടണമെന്നല്ലേ. ഇതാണ് അറിവുള്ളവര് പറയണ, കേൾക്കാൻ പഠിക്കണം. അറിവുണ്ട്, ശരി തന്നെയാണ്, അത് സമ്മതിച്ച് എന്തായാലും നന്നായി. അത് അല്ല, സംഭവമൊക്കെ ശരി തന്നെ, ഓൻ പറഞ്ഞ് ശരി തന്നെയാണ്. ഫോണൊന്നും കൊടുക്കായിരുന്ന ഓൻ ഗെയിം കളിച്ചതാണ്. ഓനപ്പൊ ഇജ്ജാ ഗെയിം കളിക്കുന്ന മനസ്സിലാവാത്ത. ഭയങ്കര പണിയാണല്ലോ. അച്ചു പോയോ? ഓ എന്റെ മോളെ അച്ചു പോയി. എന്ത് പറഞ്ഞ പോയി? അവര് ഭയങ്കര സന്തോഷല്ലേ, കാരണം 60% മേലെ കിട്ടുകയാണെങ്കിലേ, അതായത് പ്രോത്സാഹന സമ്പന്നമായിട്ട് ടാബ് കിട്ടും. ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്താ പഠിക്കലും പരീക്ഷയ്ക്കൊക്കെ ഓടിപ്പോയി, നേരത്തെ പോയി. എന്റെ ഓൻ കഴിഞ്ഞ വട്ടം എഴുതാൻ പോയി. എന്നിട്ട് ഈ ഇതുപോലെ ടാബ് കിട്ടുന്നൊക്കെ പറഞ്ഞ്, അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ട് അവന്റെ അടുത്ത് ഏതോ കൂട്ടുകാര് പറഞ്ഞു കൊടുത്ത് ടാബിനെക്കാട്ടും നല്ലത് ലാപ്ടോപ്പ് അല്ലേന്ന്. അപ്പൊ ഓന് ലാപ്ടോപ്പ് മതിന്നായി. എന്നിട്ട് അറിയാവുന്ന ഉത്തരം കൂടി തെറ്റിച്ചിട്ട് വന്നു. ടാബ് വേണ്ടെന്ന്. ഇവനിപ്പോ ടാബ് കിട്ടും അറിഞ്ഞിട്ടാണ് പരീക്ഷയ്ക്ക്. പാവുണ്ട്, എന്നാലും പഠിച്ചല്ലോ. അതെ അതെ അതെ. ഇവനെ ഞങ്ങൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് പിടിച്ചോടുന്നതാണ്. ഇടിച്ച് വലിച്ച് വായൊക്കെ പൊത്തിട്ട് പിടിച്ചോടുന്നത്. ഇവനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് പിടിച്ചോടുന്ന. ഞങ്ങൾ കണ്ടില്ലായിരുന്നു, ഇവൻ വല്ല ചെന്നൈയിലെ ബോംബെയിലൊക്കെ പോയനെ. എടാ ചെങ്ങാതിമാരെ, അവ എവിടക്കെങ്കിലും പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ട് കുട്ടിനെ കാണാലെന്നും പറഞ്ഞ്. എന്റെ പൊന്ന് ചങ്ങാതി, അവൻ ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള വെങ്കടേശ്വര സ്കൂളിലെ അവിടെ സ്കോളർഷിപ്പിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിരുപ പരീക്ഷ എഴുതിയില്ല. അപ്പൊ ഈ ഓരോട് പറയണ്ടേ ഞാൻ പരീക്ഷ എഴുതാൻ വന്നാണെന്ന്. ഞങ്ങൾക്ക് അറിയണ്ടേ ഇവൻ പരീക്ഷയ്ക്ക് വന്നാന്നുള്ളത്. ഇനിയിപ്പോ ഏതായാലും കുട്ടീനെ കിട്ടിയില്ലേ, ഡീസൽ പൈസ തരും, ഞങ്ങളങ്ങ് പോയിക്കോളൂ. എന്ത് ഡീസൽ പൈസ? ഇത്ര ദൂരെ വന്നല്ലേ കുട്ടീനെ കൊണ്ട്. അപ്പൊ നിങ്ങൾ വണ്ടി വിളിച്ചു വന്നാലേ, അതിനെന്തിനാ ഞാൻ പൈസ തരാം നിങ്ങൾക്ക്? ചേട്ടന്റെ കുട്ടീനായിട്ട് വന്നാണ് ഞങ്ങള്. കുട്ടീനെ പരീക്ഷ എഴുതിപ്പിച്ചില്ല, ഇനിയിപ്പോ നമ്മള് പൈസ കൊടുക്കണോ? ഇവിടം വരെ വന്നല്ലേ, നല്ല കാര്യം ചെയ്തല്ലേട്ടാ. ഡീസൽ കാശ് തരും, ഞങ്ങളങ്ങ് പോരും. ഡീസൽ കാശൊന്നുമില്ല എന്റെ അടുത്ത്. സാധാരണ വെറുതെ ഞങ്ങള് സ്വഭാവം മെനക്കെടുത്തല്ലേ. എത്രയാണ്? നിങ്ങൾ താ. 100 രൂപ. എനിക്ക് 100. പിന്നെ എത്ര വേണം? അത് ഉള്ളതും ചേട്ടാ. ഇതിപ്പോ നല്ല കാര്യം ചെയ്തിട്ട് നമുക്കൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണ്ടേ? എന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. എന്ത് ചെയ്യും? ചെയ്യാനില്ല, പരീക്ഷ എന്റെ ദിവസം കഴിഞ്ഞില്ലേ. അല്ല, അപ്പൊ മല്ലിക എവിടുക്കാ പോയത്? മല്ലിക എന്നോളുടെ ഒരു കൂട്ടുകാരിയുടെ സഹോദരന്റെ കല്യാണം.
അപ്പൊ കുട്ടികളൊക്കെ പടം വെട്ടി വലിച്ചിട്ട് ഇപ്പൊ പോയിട്ടുണ്ട്. ശരി, അപ്പൊ ഈ പോയില്ലേ? ഏയ് ഞാൻ ഇപ്പൊ എന്നെയും വിളിച്ചതാണ്. അവളേക്ക് എനിക്കൊരു പണി വേറെ അത് ശരിയായിട്ട് അതിന് പോയതാ. അപ്പൊ നോക്കുമ്പോ പണി സാധനങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ. അപ്പൊ നേരെ തിരിച്ചും കടഞ്ഞു പോകും. ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം അവിടെ ഉണ്ട്, ഭക്ഷണം കഴിക്കാം. അല്ല, ഭക്ഷണം ഇവിടുന്ന് കഴിക്കാന്നാ? ഏയ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ടുണ്ടോ? ഓ ഞാൻ ഉച്ചക്ക് പണി മാറ്റി വരുമ്പോ വിചാരിച്ചിട്ടേ വെച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു പണി? എന്തൊരു കഷ്ടാണ് എന്റെ പരീക്കുട്ടി, ആകെ പലഞ്ഞു ഞാന്. ചേട്ടാ ഒരു കല്യാണം കിട്ടി ചുറ്റിത്തിരിയായിരുന്നു. ഞങ്ങൾക്ക് ഇവനെ കണ്ടതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പൊ തന്നെ എനിക്ക് പൊക്കി കൊണ്ടുവന്നു. എന്റെ പൊന്ന് ചങ്ങാതി, ഇവൻ കല്യാണത്തിന് പോയതാണ് ഇവന്റെ അമ്മയുടെ കൂടെ. ചേട്ടാ അത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾ ആ പോസ്റ്റ് കണ്ടോണ്ടല്ലേ ഞങ്ങൾ എന്താ കാര്യം എന്നറിയാം മാഷേ, ഇവനെ ഇപ്പൊ കാണാണ്ടായി എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. കാണാണ്ടായി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയിട്ട് കൊറേ ആയി. പിന്നെ ഈ ആൾക്കാർ കാണുന്നോടത്തുനിന്നൊക്കെ അവനങ്ങനെ പിടിച്ചോണ്ടിരിക്കാണേ. ഇപ്പൊ എന്താ നമ്മളിപ്പോ എന്താ അപ്പൊ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചെക്കനെ ഇതുവരെ കൊണ്ടുവന്ന പെട്രോളിന്റെ പൈസ വന്നിട്ട് പോയാൽ പെട്രോളിന്റെ പൈസ പെട്രോളിന്റെ പൈസ ഞാൻ കുറെ ആളുകൾക്ക് കൊടുത്തു. അടുത്തു ഞാൻ പെട്രോളിന്റെ പൈസ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയലെന്ന് പറഞ്ഞാല് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂ. എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ അങ്ങനെ പറയില്ല. അവരൊരു സഹായം ചെയ്തല്ല, അവർക്ക് ഇപ്പൊ അറിയില്ലല്ലോ. എന്തെങ്കിലും കൊടുത്ത് വിടുക. അല്ല തന്നില്ലെങ്കിൽ ഈ ചെക്കൻ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങളൊരു മര്യാദ കാണിച്ചിട്ട് പിന്നെ അത് മോശമാക്കണ്ട. അല്ല, പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂ. പെട്രോളിന്റെ പൈസ 250 രൂപ. 250 ഉറുപ്പ്യ കല്യാണം നിങ്ങളോ? അതെ, ആകെ 200 റുപ്യ ഉണ്ട് എന്റെ അടുത്ത്. 200 റുപ്യ ഞാനും മാത്രമേ ഉള്ളൂ. 200 രൂപ? 50 രൂപ തരും. 50 രൂപ ഇല്ല ചേട്ടാ. അത് കച്ചവടമൊന്നും അല്ലല്ലോ, നിങ്ങളിപ്പോ ഒരു സഹായം ചെയ്തല്ലേ. മേലെ ഇങ്ങനത്തെ പോസ്റ്റ് എടുത്തിടല്ലേ? ആ പറ്റിപ്പോയി. അപ്പൊ നിന്നെ പിടിക്കണ സമയത്ത് നിനക്ക് പറഞ്ഞൂറ ചക്ക. അപ്പൊ ബിരിയാണി കഴിക്കാൻ പോയതാ. അപ്പൊ ഇവര് പിടിച്ചോണ്ടെന്ന്. അനക്ക് അമ്മയുടെ അടുത്ത് നിന്നാ പോരെ, അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചാ പോരെ. അപ്പൊ അമ്മ പറയൂലേ? അപ്പൊ ഞാനിങ്ങനെ ബിരിയാണിയില് കൈയിട്ടല്ല, അപ്പത്തിന് അവരിങ്ങനെ പിടിച്ചോണെന്ന്, വാടാന്ന് പറഞ്ഞ് പിടിച്ചോണെന്ന്. ചോറ് നിന്നിട്ടില്ലേ? ഇല്ല. നന്നായി. ഇപ്പൊ മല്ലികഞ്ഞി ഇപ്പൊ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ടാവും. വല്ലാത്തൊരു കഷ്ടാണ്. ബിരിയാണി അടിച്ചൊന്നും മതിക്ക്. ഇവിടെ ചോറിന്റെ ഇവിടുന്ന് തിന്നാ. മല്ലികേ, അതെ 2 കുരുത്തം കെട്ട ജന്തുക്കൾ ചെക്കനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. പറയല്ലേ ആൾക്കാര് എന്താ ചെയ്യാന്ന് വേറൊരു അതെ, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ചെക്കൻ. നീ വരണ സമയത്ത് എന്തെങ്കിലും ലക്ഷം ബിരിയാണി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് എടുത്തോണ്ട് പോരാ ഇവിടുന്ന്. ഒരു വഴിക്ക് ഇറങ്ങാൻ പാകില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അതേ ആ ശരി എന്നാ. എടാ, കുറച്ച് ദിവസത്തേക്ക് എന്നോട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും മാറരുത്. എന്നെ കാണാണ്ടായിട്ട് പോസ്റ്റ് ഇട്ടോണ്ടാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. അതെ, ഇതിപ്പോ ആദ്യം നമ്മുടെ ജോസുട്ടീനെ വിളിക്കും. ഓനാണല്ലോ ഇപ്പൊ ഈ പണിയൊക്കെ ചെയ്തേ. ഓനെ വിളിച്ചിട്ട് ഈ കാര്യം ഇതിന് എന്താണ് ഇനി വേറെ സംവിധാനം എന്നൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ എല്ലാവരും വർത്താനം കേട്ടാ ഞാനതുകൊണ്ട് ഉപദ്രവിച്ച പോലെയല്ല. ഞാനന്നൊരു ആവശ്യം വന്നപ്പോ ഒരു സഹായം ചെയ്തതല്ലേ. ഇനിയിപ്പോ ആ മെസ്സേജ് മായ്ച്ചു കളയാനെങ്കിലും പറ്റുമോ? മായ്ക്കാനൊന്നും പറ്റൂല. അത് സെൻഡ് ചെയ്തിട്ട് ലോകം മുഴുവൻ ആയി പോയില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യൂ? അതിനൊരു ഐഡിയ ഉണ്ട്. ജോസങ്ങളുടെ ഒരു ഐഡിയ വേണ്ട, ആൾക്കാരെ തന്നെ പിടിച്ചോണ്ടിരുന്നേ. അവര് കളിക്കാൻ പോവാത്തതിന്റെ വിഷമാണ്. അതേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ അന്ന് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ചിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവന്റെ പടം വെച്ചിട്ട് അന്ന് കാണാതായ അച്ചുവിനെ ഇത്രാം തീയതി തിരിച്ചു കിട്ടി എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി സെൻഡ് ചെയ്യണം. അപ്പൊ ഓക്കെ ആയില്ലേ? അങ്ങനെ ഓക്കെ ആവും. ഇപ്പൊ ഈ മെസ്സേജ് കാണാത്തൊരു മറ്റേ മെസ്സേജാ കണ്ടെന്ന് വെച്ചാൽ അപ്പോഴും പിടിച്ചോണ്ട് വരും. കൊണ്ടുവരുമായിരിക്കും. അതിന് ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നിനക്ക് ഇതുപോലത്തെ ഒരു ഫോൺ മേടിക്കണം. ഇപ്പൊ ഇത് തന്നെ എടുത്തോ. നിന്റെ ഒരു ഐഡിയയും വേണ്ട എന്റെ ജോസ് കുട്ടി. പറയട്ടെ, ഇതുപോലത്തെ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കണം. ഈ പറയട്ടേന്ന്, ഇതെന്തൊരു കഷ്ടം. ഇതുപോലത്തെ ഇപ്പൊ ഇത് 10,000 രൂപയുടെ ഫോണാണ്. ഇവന് വേണമെങ്കിൽ ഞാൻ ഒരു 7,000 രൂപ കൊടുക്കാം. കച്ചവടം കച്ചവടം പറയട്ടെ, ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ ഫോണില് ഇത് ഇവനാ തിരിച്ചു കിട്ടി എന്നുള്ളൊരു മെസ്സേജ് ഉണ്ടല്ലോ, ആ സാധനം സേവ് ചെയ്തിട്ടേക്കണം. പിന്നെ ആരെങ്കിലും വന്ന് പിടിക്കണമെങ്കിൽ നീ ഫോൺ എടുത്ത് കാണിച്ചിട്ട് ചേട്ടാ എന്നെ തിരിച്ചു കിട്ടിയതാണ്, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിർത്തിയായിരുന്നു പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അല്ലേ? അത് വലിയ കുഴപ്പമില്ല. അതെ, എത്രയും പെട്ടെന്ന് ഇനി ഓനക്കൊരു ഫോൺ മേടിച്ചു കൊടുത്താ അതാ നല്ലത്. ഇല്ലെങ്കിൽ ആ ജോസൂട്ടർ ഐഡിയ ആണ്. എവിടെ ചെന്ന് അവസാനിക്കാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ രക്ഷപ്പെട്ടു വാങ്ങിയെന്ന് വിചാരിച്ചോ. ഹലോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇതുപോലത്തെ ഒരു ഫോൺ അച്ഛന് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പൊ എന്തായിരുന്നു കേൾക്കാഞ്ഞത്? എന്നാ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇത്രയും ബുദ്ധി ആർക്കും കൊടുക്കരുത്.
പൂര